അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കഷ്ണം കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു വട ചെയ്തെടുക്കാം. വട എങ്ങനെ ചെയ്യണം നോക്കാം. അവിടെ മക്കൾക്കൊന്നും പുഴുങ്ങിയാൽ അധികം ഇഷ്ടമില്ല. അപ്പോൾ നമുക്കൊരു വടയിട്ട് ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ഒരു കഷ്ണം കപ്പ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ടുള്ള കപ്പ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാതെ. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു വലിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു 2 തണ്ട് കറിവേപ്പില അരിഞ്ഞെടുത്ത് എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അരിപ്പൊടി നമ്മളെടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ എന്തായാലും കുഴപ്പമില്ല. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളത്തിൻ്റെ ഇതൊന്ന് മാറ്റിയെടുക്കാം. കൈ വെച്ച് കുഴച്ച് കൊടുക്കാം. നമുക്ക് പൊടി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിന് ഒരു വടയുടെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. തോളട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ചെയ്ത് വെക്കാം. അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല പാത്രത്തിൽ. നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വട ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്ത് പോകാം. നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മൊത്തമായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം. നമ്മൾ അരിപ്പൊടി ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ചൂടുണ്ട്, അതാണ് പൊട്ടിക്കണില്ല. എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഇന്ന് ഞങ്ങൾ ചമ്മന്തിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചായക്ക് ഇന്ന് വട മാത്രം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും കപ്പയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വടയൊക്കെ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ കമൻ്റായിട്ട് നമ്മളെ അറിയിക്കുക.